എല്ലാവർക്കും നമസ്കാരം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ വിർച്വൽ ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തെ മൊഡ്യൂളും നാലാമത്തെ മൊഡ്യൂളിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. മൂന്നാമത്തെ മൊഡ്യൂൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളത്. ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ നമുക്ക് പരിചയപ്പെടാം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ നേട്ടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതും, ഇനി കൺവെൻഷണൽ സിസ്റ്റമായിട്ടുള്ള മാനുവൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിന്നും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ പ്രധാനമായും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ നീഡും ബെനഫിറ്റും എന്തൊക്കെയാണ് എന്ന് നോക്കാം. അത് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ പഴയകാല ബിസിനസ് അക്കൗണ്ടിങ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. പണ്ട് കാലത്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരുന്നു എന്ന് നമുക്കറിയാം. ആ ബിസിനസ് ട്രാൻസാക്ഷൻസ് വളരെ കുറവായിരുന്ന കാലത്ത് എങ്ങനെയാണ് അക്കൗണ്ടുകൾ രേഖപ്പെടുത്തിയിരുന്നത്? പേപ്പറിലാണ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം പേപ്പറിലാണ് മാനുഷിക പ്രയത്നത്തോടുകൂടി അല്ലെങ്കിൽ കരഗതമായിട്ട് രേഖപ്പെടുത്തിയിരുന്നത്. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം വളരെ അങ്ങ് കൂടി. അങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തുക, അത് സൂക്ഷിക്കുക, അതിൽ നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ പെട്ടെന്ന് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പോൾ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറി. നമുക്കൊന്ന് പരിശോധിക്കാം. മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പരിമിതികൾ നമ്മൾക്കൊന്ന് ഓർത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതിൽ നമുക്ക് സ്പീഡ് വളരെ കുറവായിരുന്നു കരുതാൻ. വേഗത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഇടപാടുകൾ രേഖപ്പെടുത്തുവാൻ സാധിച്ചിരുന്നില്ല. പിന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എഴുതി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? തെറ്റുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എഴുതി വെക്കുന്ന ട്രാൻസാക്ഷൻസ് മാറിപ്പോകാനായിട്ടും അതുപോലെ തന്നെ എഴുതിയ ട്രാൻസാക്ഷൻസ് പലയിടത്ത് ആവർത്തിക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. എന്താണ് സംഭവിക്കുക? അതിൻ്റെ പരിണിതഫലം അതിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിപ്പോർട്ടിംഗ് ആണല്ലോ. ആ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ബിസിനസ് തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. ആ തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുന്നതിന് കാരണമാകും. ഈ ഡാറ്റകളെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി സംജാതമായി. പിന്നെ എന്താണ്? ഈ അക്കൗണ്ട്സുകളെല്ലാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പല വർഷങ്ങൾ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കാനായിട്ട് ധാരാളം സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ അത് സെക്യൂറായിട്ട് സൂക്ഷിക്കണം, അതിന് സുരക്ഷിതത്വം കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം ഇതൊക്കെ വളരെയധികം സാധ്യമല്ലാതെയായ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയപ്പോഴാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും ഈ പ്രധാന പ്രശ്നങ്ങളെ എല്ലാം തന്നെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനഫിറ്റിനെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ ആവശ്യകതയും ബെനഫിറ്റും നമുക്കിതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് സിസ്റ്റം ഉള്ളത്? രണ്ട് തരത്തിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തെ നമുക്ക് തിരിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തെ രണ്ടായിട്ട് തിരിച്ചാൽ എങ്ങനെയാണത്? ഒന്ന് മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ളതും, രണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ളതും. ഇനി നമുക്കതിൻ്റെ ആവശ്യകത, അതിൻ്റെ ബെനഫിറ്റുകൾ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനഫിറ്റ് എന്താണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 10 ബെനഫിറ്റ്സ് ആണ് ഉള്ളത്. ഈ 10 ബെനഫിറ്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമത്തെ ബെനഫിറ്റ്, കമ്പ്യൂട്ടറിൻ്റെ ബെനഫിറ്റായിട്ട് നമ്മൾ പണ്ട് പഠിച്ചത് തന്നെയാണ്, ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിച്ചത് തന്നെയാണ്, നമുക്കറിയാം. ഒന്ന് എന്താണ്? അതിൻ്റെ സ്പീഡ് എന്നുള്ളതാണ്. സ്പീഡിനെ പറ്റി പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ വളരെ മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് സെക്കൻഡ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു.
അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ആ സ്പീഡ് എങ്ങനെയാണ്? ട്രാൻസാക്ഷൻസിനെ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് പ്രോസസ്സിനെ മൊത്തത്തിൽ അത് സ്പീഡിയാക്കി മാറ്റുന്നു, വളരെ വേഗത്തിലാക്കി മാറ്റുന്നു. നമ്മുടെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പോസ്റ്റ് ചെയ്ത് ലെഡ്ജറിലേക്ക് ആക്കി, പിന്നെ ട്രയൽ ബാലൻസ് ചെയ്ത് റെക്കൺസിലിയേഷൻ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുക തുടങ്ങി ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, പേറോൾ പ്രിപ്പറേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അക്കൗണ്ട്സിൽ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ എളുപ്പമാകുന്നു എന്നുള്ളതാണ്, വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? സ്പീഡ്. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റ അത് കൃത്യമാണ് എങ്കിൽ ഒരു നിസ്സാര സ്റ്റേറ്റ്മെൻറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്താൽ പോലും അത് കൃത്യമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഒരു തവണ വിവരങ്ങൾ കൊടുത്താൽ എല്ലാ അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും, അതായത് കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അഡീഷണൽ ഡിവിഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ, യാന്ത്രികമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകളെല്ലാം വളരെ കൃത്യമായിരിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ബെനിഫിറ്റ് പറയുകയാണ്, അത് വിഷ്വൽസ് എന്നുള്ളതാണ്. വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃശ്യമാണ്, അല്ലേ? ദൃശ്യമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ പല ഫോർമാറ്റുകളിൽ കാണാനായിട്ട് സാധിക്കുന്നു, പല ഫോർമാറ്റുകളിലേക്ക് മാറ്റാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ ഡാറ്റകളെ ടേബിളുകളായിട്ടും ചാർട്ടുകളായിട്ടും അല്ലെങ്കിൽ പല പിക്ചേഴ്സുകളായിട്ടും ആവശ്യാനുസരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നു. അടുത്തത് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് ഡാറ്റ ആക്സസ് ആണ്, ഡാറ്റയുടെ ലഭ്യത. മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമുക്കറിയാം പേപ്പറിൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതിൽ നമുക്ക് ഡാറ്റ ലഭ്യമാകണമെങ്കിൽ എവിടെ പോകണം? ഓഫീസിൽ തന്നെ പോകണം. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അത് പേപ്പർലെസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഓഫീസിന് പുറത്ത് നമ്മൾ പോയാലും ഈ ഡാറ്റകളെല്ലാം തന്നെ നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് സാധിക്കും. ഇൻ്റർനെറ്റ് മുഖേനയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ സുരക്ഷിതമായിട്ട് ഓഫീസിന് പുറത്തും ഈ ഡാറ്റകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡാറ്റ ആക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിക്കുന്നു ഡാറ്റ മാനിപ്പുലേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കമ്പ്യൂട്ടറിൻ്റെ നമ്മൾ കൊടുത്ത ഡാറ്റകളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡാറ്റ മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ വളരെ എളുപ്പം തന്നെ വിവരങ്ങളെ ആവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ആണ് ഡാറ്റ മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡോക്യുമെൻറ്റ് ജനറേഷൻ എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു തവണ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാ തരത്തിലുള്ള അക്കൗണ്ടിങ് റിപ്പോർട്ടുകളിലും സിസ്റ്റത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കണം. ഒരു പ്രാവശ്യം ഏറ്റവും നമ്മൾ ഒരു ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. വൗച്ചർ എൻട്രി നടത്തുമ്പോൾ വൗച്ചറുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നു അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നമ്മൾക്കറിയാം ഏറ്റവും അവസാനമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നു. അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് ആണ് നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത്. ബിസിനസ്സിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും. അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ്ങിൽ വളരെ കുറച്ച് ഡാറ്റയാണ് എങ്കിൽ പോലും അവ സൂക്ഷിക്കുന്നതിനും അതുപോലെ അതിൻ്റെ
സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരാം. അതിന് സ്പേസ്, അതുപോലെ തന്നെ അതിന് സെക്യൂരിറ്റി വളരെ കർശനമാക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ വളരെ കോസ്റ്റ്ലിയാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ. പക്ഷേ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡാറ്റ, വർഷങ്ങളുടെ അക്കൗണ്ടിങ് ഡാറ്റകൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാനുഷിക പ്രയത്നം വളരെ കുറവാണ്. ഒത്തിരി മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കമ്പ്യൂട്ടറിന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുവഴി നമുക്ക് കോസ്റ്റ് വളരെയധികം റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റിലയബിലിറ്റി എന്നുള്ളതാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസ്യത. നമ്മൾ പ്രാഥമികമായിട്ട് കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാം വളരെ കൃത്യമാണ് എന്നുണ്ടെന്നിരിക്കും നമ്മൾക്ക് ആ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ട്സും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വളരെ കൃത്യമാണ് എന്ന് പറയാൻ സാധിക്കും. വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സിൻ്റെ ബേസിലാണ് പ്രധാനപ്പെട്ട ബിസിനസ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്രകാരം എടുക്കുന്ന ബിസിനസ് തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ വിശ്വാസ്യമാണ് എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസ്യതയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പദം അതിൻ്റെ സ്ഥിരതയാണ്. ഏത് സാഹചര്യത്തിലും ദീർഘസമയം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വർക്കുകൾ ചെയ്യുന്നതിന് യാതൊരു പ്രയാസവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെ വിശ്വാസ്യതയെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ വിശ്വാസ്യതയെ സൂചിപ്പിക്കുന്നു. അടുത്തത് സെക്യൂരിറ്റി എന്നുള്ളതാണ്. സെക്യൂരിറ്റി എന്ന് പറയാൻ നമുക്കറിയാം സുരക്ഷിതത്വം. ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷിതത്വങ്ങളായിട്ടുള്ള മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിയിരിക്കും. പ്രധാനമായിട്ടും നമ്മൾക്ക് ലോഗിൻ ചെയ്യാൻ നേരത്ത് അതിൽ ഓതൻറ്റിക്കേഷൻ ചോദിക്കും. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ലോഗിൻ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് മാത്രമേ ഒരാൾക്ക് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യപദ്ധതികളൊക്കെ അതിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തേത് പറയുന്നത് ഏതെങ്കിലും വൈറസ് അറ്റാക്കോ അതേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫയർ വാൾ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഡാറ്റയും ഒരു ഡാറ്റയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ബാക്കപ്പ് സപ്പോർട്ടും അക്കൗണ്ടിംഗ് സിസ്റ്റങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഡാറ്റ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ സൂക്ഷിക്കാനായിട്ടും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള മെഷർമെൻ്റ് എടുക്കുന്നതും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അക്കൗണ്ടിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ പൊതുവേ പറയുകയാണ് എങ്കിൽ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റോടും കൂടി വളരെ ചിലവ് കുറഞ്ഞ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ നീഡ് ആൻഡ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും പോയിന്റുകൾ? ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, 2 ആക്യുറസി അല്ലെങ്കിൽ കൃത്യത, 3 വിഷ്വൽസ് അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം, 4 ഡാറ്റ ആക്സസ് അല്ലെങ്കിൽ ഡാറ്റയുടെ ലഭ്യത, 5 ഡാറ്റ മാനിപ്പുലേഷൻസ് വേണ്ട രീതിയിൽ നമുക്ക് മാറ്റാനായിട്ടുള്ള കഴിവാണ് മാനിപ്പുലേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓട്ടോമാറ്റിക് ഡോക്യുമെൻറ്റ് ജനറേഷൻ, പിന്നെ 7 അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്, പിന്നെ റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത, ഏറ്റവും അവസാനത്തേതും 10ാമത്തേതുമായിട്ടുള്ള പോയിന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം. ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾ കൃത്യമായിട്ട് നോട്ടുകൾ നോക്കുക, തന്നിരിക്കുന്ന സ്റ്റഡി നോട്ട് നോക്കുക, അതിനനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുക.